അത് തൽക്കാലം കുഞ്ഞാന്റെ അടുത്ത് നടക്കൂല. മനസ്സിലായില്ലേ? മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാൻ ആരാന്നോട് ഈ വിചാരിച്ചത്? അന്റെ ഈ ചോളാഗിരി കളിക്കുക ഞാൻ ക്യൂ എന്ന് പറഞ്ഞിടത്തേ കുഞ്ഞാന്റെ അടുത്ത് നടക്കില്ല. റെഡി സാർ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ആൾക്കാരൊക്കെ എന്റെ അടുത്തുണ്ട്. എന്റെ അടുത്തും ആ ഭാഗത്ത് കൂടി ആളുണ്ട്. അത് ശരി. പിന്നെ എന്താ വിഷയം? നമ്മളൊന്നും കൊടുത്ത അഡ്വാൻസ് തിരിച്ചു തരില്ലാന്ന് അമ്മാവൻ. റിജോ 2-3 സിനിമയായി ഷാജിക്ക കിട്ടുന്നു. സിനിമയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. വിട്ട് പോവോ? എങ്ങനെ നമുക്കെങ്ങനെ ഈ ഒരു കൂട്ടുവിട്ട് നമ്മൾ എന്തെങ്കിലും പോവോ? മക്കാനെ വേണ്ടി വിട്ട് എന്തെങ്കിലും പോവാൻ പറ്റും എനിക്ക്? പോവല്ലേ, പോവരുതേ, അതൊരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരൊറ്റ തോന്നുള്ളൂ, ഈ സ്മോക്കിംഗ് ഒന്ന് കുറക്കണം. ഭയങ്കര സ്മോക്കിംഗ് ഉണ്ട്. ടേക്ക് റെഡി എന്ന് പറയുമ്പോ സ്മോക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ശരിയാക്കി തഹസിൽദാരാ? ഞാൻ ശരിയായി തരുമെന്ന് പറഞ്ഞില്ല. പിന്നെന്താ? RDO ആണ്, കളക്ടറാണ്. ഹലോ, എത്ര നേരമായി ഇവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു? നിങ്ങളൊന്ന് വിളിക്കണുണ്ടോ? എന്താ നിങ്ങളെ കഥ? എന്നാ ചങ്ങായി എന്താ അറിയില്ല, എടുത്ത് തന്നെ എടുത്തോണ്ടിരിക്കാണ്. ഷാജിക്കൊക്കെ എന്തൊരു മൂടില്ല തോന്നുന്നു. എന്ത് പറ്റി മൂപ്പർക്ക്? നിങ്ങളെ എത്ര തവണ പറഞ്ഞാലും ഞാനേ ഒരു ഫിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുവിധം ഒന്ന് ഒപ്പിച്ചോണ്ട് വാപ്പയാന്ന് പറയുന്നത് നന്നായി. എന്താ വിഷയം? വിഷയം വേറെ ഒന്നല്ലാന്ന്. ഇവൻ അഡ്വാൻസ് വാങ്ങിയിട്ട് അഡ്വാൻസ് തിരിച്ചു സ്ഥലത്തിന്റെ കാര്യം അതെ ഞങ്ങൾ അന്വേഷിച്ചു. അതിൽ കുറെ അവകാശ തർക്കങ്ങളുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വാസ്തു പ്രകാരം പെരേന്റെ അകത്ത് കക്കൂസ്, കിണറിന്റെ അടുത്ത് കക്കൂസ്. ഇത് എവിടെ എങ്ങനെ കച്ചവടം അങ്ങനത്തെ കാര്യമൊക്കെ? ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊണ്ടാ, പോയി വെള്ളം വാങ്ങിക്കൊണ്ടാ. ആ വെള്ളം വാങ്ങി, വെള്ളം ഒരു ലേശം വെള്ളം എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താണിത് നോക്കിക്കല്ലേ? വെള്ളം മുഖത്തോടി മുഖത്തോടി. വണ്ടി എടുക്കും വേഗം തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എവിടെ എത്തിയാൽ അവിടെ കൊണ്ടുപോകാം. വണ്ടി വിടാ. ആ കാല് പിടിച്ചെടുത്ത ഒരാള് കാലുപിടി ശിവജു വേഗം മനോ വേഗം വിളിട്ടോ. മനോ വേഗം വിളി. ഞാൻ മൂപ്പര് രാവിലെ വന്നപ്പോ തന്നെ ചെറിയൊരു പ്രശ്നം തോന്നിക്കേ. 8:15 എത്താണ്ട് മൂപ്പര് നേരത്തെ വന്നു. ഞാൻ ഐഷ കോംപ്ലക്സിൽ എത്തിയപ്പോഴേക്കും മൂപ്പര് അവിടെ ഉണ്ട്. ബാബേട്ടന് എനിക്ക് കൈയും കാലം മറിച്ചിട്ടോ. മൂപ്പരിന് സോക്സ് കാണുന്നിട്ട് ഞങ്ങള് ബിസ്മില് കയറി. മൂപ്പര് ആ സിഗരറ്റ് വലിയടാ. വേറെ എന്തോ പ്രശ്നം ഉണ്ടോ? ഫാമിലി പ്രശ്നം ഉണ്ടോ? ആകെ ടെൻഷനിലായിരുന്നു. ഇന്നാള് വന്നപ്പോൾ ഇങ്ങനെ തന്നെ പ്രശ്നം ഉണ്ടായി. എന്തായാലും നമ്മൾ ചെയ്യടാ. മൂപ്പർക്ക് ഇന്ന് എന്തോ പ്രശ്നമുണ്ട്. രാവിലെ ഞാൻ കണ്ടപ്പോ തന്നെ രാവിലെ ബാബേട്ടനോട് പറയുകയും ചെയ്ത് നോക്കട്ടെ. ഹലോ മാനോ, എന്താടാ?
എന്താ പറയടാ? ആ എന്താ പറയുക? പോയിട്ടാ എന്താ ചെയ്യാൻ? ഇതാണെങ്കിൽ മൂപ്പര് ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാം എന്താ ചെയ്യാൻ? വീട്ടിൽ കയറിക്കണ്ട. ഞാൻ എങ്ങനെ വിളിച്ചടാ? പോയിന്നേ. ഈ ഒരു കൂട്ടുവിട്ട് നമ്മൾ എന്തെങ്കിലും പോവും, മക്കാനെ വേണ്ടി വിട്ട് എന്തെങ്കിലും പോകാൻ പറ്റും എനിക്ക്. പോവല്ലേ, പോവരുതേ. അതൊരിക്കലും ഉണ്ടാവില്ല.